18, 19 ആ കുട്ടികളെ കൊടുത്തിരിക്കുന്നത്. അല്ലാതെ ഇവിടെ 28, 30 രൂപ വിൽക്കുന്ന കുട്ടികളാണ് ഇപ്പൊ ഈ കണക്കിന് കൊടുത്തത്. തൂക്കി കൊടുത്താൽ പോലും അല്ലേ? തൂക്കി കൊടുത്താലും കിട്ടും. മജുടെ പുതിയതായിട്ട് ഫാം ആരംഭിക്കുന്ന കുറെ ആൾക്കാർ വന്ന് പോത്തുകൂട്ടിൽ എടുക്കുന്നുണ്ടല്ലോ. പുതിയ ആൾക്കാരെ ഫാം തുടങ്ങാനായിട്ട് വന്നിപ്പോ 10, 40 എണ്ണം ഇപ്പൊ കൊടുത്തു. ഇപ്പൊ 5 എണ്ണം കൊടുത്തു. അല്ല രാവിലെ വന്ന് 15 എണ്ണം കൊടുത്തിട്ടുണ്ട്. എല്ലാ ഫാമാറാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ആണല്ലേ? പുതിയതായിട്ട് ഫാം തുടങ്ങുന്നവർക്ക് പറ്റിയ കുട്ടികളാണ് നമ്മളിവിടെ ഇപ്പൊ സെലക്ഷൻ ചെയ്ത് ഇറങ്ങിയിരിക്കും. നല്ല ബ്രീഡ് വിടുന്നുണ്ട്. ആ കാണുന്നൊക്കെ ഫാമിലോട്ട് അതല്ല ഫാമിലെ എത്താം. അതുകൊണ്ട് ആ വണ്ടിയിൽ കൊണ്ടുവന്ന കുട്ടികൾ ഫാമിലോട്ട്. അപ്പൊ ഫാമുകാർക്ക് എടുത്തോണ്ട് പോയി കച്ചവടം ചെയ്യുന്നവർക്കും ചെയ്യാം. ആ വിലക്കാ കൊടുക്കുന്നതല്ല. പിന്നെ നമുക്ക് വന്ന കുട്ടികളുടെ ക്വാളിറ്റി എല്ലാം എങ്ങനെയുണ്ട്? ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളാണ് ഇപ്പൊ ഈ ആഴ്ച വന്നത്. അടിപൊളി കുട്ടികളാണ്. അടിപൊളി കുട്ടികൾ ഇപ്പൊ ഈ ആഴ്ച വന്നതില് 15-നും 14-നും 13-നും ഒക്കെ കുട്ടികളുണ്ട്. പിന്നെ എല്ലാരും പറയും ചിലപ്പോ ഇവിടെ വന്ന 12 രൂപയ്ക്ക് കിട്ടും. അത് നമ്മൾ ഒരാഴ്ചയിൽ വരുന്ന കന്നാലിയാണ് കൊടുക്കുന്നത്. കഴിഞ്ഞ ആഴ്ച 5000-ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ആഴ്ച 5000-ന്റെ കുട്ടി ഇല്ല. ഇപ്പൊ 14, 13, 14, 15, 11 കൊടുത്തായിരുന്നു. 11 കൊടുത്തിട്ടുണ്ടായിരുന്നു. 15-ന്റെ ഒരു കുട്ടിയെ കൊടുത്തു. ആ ഒരു കുട്ടി ഉള്ളായിരുന്നു. അപ്പൊ എന്നാലും പല വിലക്കുള്ള കുട്ടികളുണ്ട്. ഓരോ ചന്ത അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. കമ്പോളം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് വളർത്തുകൂട്ടിലുള്ള ഇറച്ചിപ്പോത്തുള്ള എല്ലാം തന്നെ ഇറച്ചിപ്പോത്തുണ്ടായിരുന്നു. ഇറച്ചിപ്പോത്ത് 10 രൂപ ഉണ്ടായിരുന്നു. അതെല്ലാം രാവിലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നാളെ ഇപ്പൊ അവധിയാണ്ട് ഇപ്പൊ നാളെ ആയാലും അത്യാവശ്യത്തിന് കൊടുക്കാറുണ്ടല്ലേ? അപ്പൊ ഏത് ടൈപ്പും ഏത് ടൈപ്പ് ആയാലും ഇവിടെ ഉണ്ട്. അവരുടെ വിലക്കനുസരിച്ചുള്ള മാട് കൊടുക്കാം. വണ്ടി സൗകര്യങ്ങളായാലും വണ്ടി സൗകര്യമുണ്ട്. വണ്ടികളെല്ലാം ഇവിടെ ഓടുന്ന വണ്ടികൾ ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. നമുക്ക് അങ്ങോട്ട് ദൂരോട്ടൊക്കെ ആയാലും ദൂരോട്ടായാലും മറ്റേ വലിയ വണ്ടി ഇവിടെ ഉണ്ട്. വലിയ വണ്ടിയുണ്ട്. മലബാർ ഏരിയയിലോട്ടൊക്കെ ആയാലും അപ്പൊ എന്തായാലും കച്ചവടം. കഴിഞ്ഞ ആഴ്ച പാലക്കാട് ഒരു പാർട്ടി വന്ന് 24 എണ്ണം അയച്ച് അവർക്ക് ഇവിടെ വണ്ടി നമ്മളെ സെലക്ഷൻ ചെയ്ത് കൊടുക്കണേ. അത് ഇവിടെ മറ്റുള്ള ചന്തകളിലോട്ട് വരെ നമ്മൾ ഇവിടുന്ന് പോകുന്നുണ്ടല്ലോ. ഇവിടുന്ന് പോകുന്നു. അപ്പൊ എന്തായാലും മധുചേട്ടനെ കണ്ടാണ് വരുന്നത്. വാണിയംകുളത്ത് നിന്ന് ഒരു കച്ചവടക്കാരൻ വന്ന് ഇവിടെ 24 എണ്ണം എടുത്തുണ്ട് കഴിഞ്ഞ ആഴ്ച. അതായത് മറ്റുള്ള ചന്തയിൽ നിന്ന് ഇവിടെ എടുത്തോണ്ട് പോയി കച്ചവടം ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ തമിഴ്നാട്ടിൽ നിന്ന് വരെ അല്ലേ? എന്തായാലും വരുന്നതാണ് മധുചേട്ടനൊക്കെ ഇവിടെ വന്ന് വില വന്നു കഴിഞ്ഞാൽ മാട് മാന്യമായ വിലയ്ക്ക് കൊടുക്കും. നമ്മളത് അവരെ വരുന്ന കസ്റ്റമറിനെ പിണക്കി വിടില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട മാട് അതിന്റേതായ വിലയ്ക്ക് തന്നെ കൊടുക്കും. മൂക്ക് കുത്തി കൊടുക്കും. മൂക്ക് കുത്തി വേണം. വലിയ പോത്തേക്കടുത്ത് മൂക്ക് കുത്തണമെന്നുള്ള മധുചേട്ടനോട് പറഞ്ഞത് അല്ലേ? അതെ. അപ്പൊ അത് മാന്യമായിട്ട് ചെയ്തു കൊടുക്കും.